ജാവദേക്കർ വിളിച്ചാൽ സുരേന്ദ്രൻ ഫോൺ പോലും എടുക്കാറില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാണ് അദ്ദേഹത്തിന്. എന്താണ് എനിക്ക് അനിയനാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു ഫേക്ക് ക്യാരക്ടറാണ്. അഭിനയിക്കാൻ നന്നായിട്ട് അറിയുന്നയാളാണ്. അത് പാലക്കാട്ടുകാർക്ക് അറിയാം. അദ്ദേഹത്തിന്റെ അഭിനയത്തിനുള്ള മറുപടി ഇത്തവണ അദ്ദേഹം ഒരു നല്ല നടനല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. കോൺഗ്രസിലേക്ക് എന്താണ് കൂടുതൽ ബി.ജെ.പി. യുവമോർച്ച പ്രവർത്തകരെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു നജീബ് സാർ, നമ്മുടെ സ്വന്തം MLA. പെരിന്തൽമണ്ണയുടെ അതെ, കാരണം നജീബും ഞാനും തമ്മിലുള്ള സൗഹൃദം നിങ്ങൾക്ക് അറിയോ? നജീബ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെന്താ, പെരിന്തൽമണ്ണയിലേക്ക് എന്റെ വോട്ട് ഒറ്റപ്പാലത്താ. എന്റെ വോട്ട് ഒറ്റപ്പാലത്താ. അദ്ദേഹത്തിന്റെ ഭാര്യ താമസിക്കുന്നത് നമ്മളെ മണ്ഡലത്തിലാണ്. എന്താ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഒത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞാൻ ഒരു ചർച്ചയ്ക്കും പോയിട്ടില്ല. ഞാൻ CPM നേതാക്കളുമായും കോൺഗ്രസ് നേതാക്കളുമായും ചർച്ച നടത്തിയത് മുഴുവൻ മാധ്യമങ്ങളിലാണ്. BJPയുടെ വക്താവ് എന്നുള്ള സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള താങ്കളെ പിന്തുണക്കുന്നവർ കോൺഗ്രസിന്റെ ഭാഗമാകുമോ? ഞാൻ ആരെയും ഇതിന്റെ പേരിൽ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടില്ല. മനസ്സിലായല്ലോ. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് ആർക്കും കടന്നു വരാം. ഇവിടെ ആർക്കും മുന്നിലും വാതിൽ കൊട്ടിയടച്ചിട്ടില്ലല്ലോ. വരട്ടെ, ആർക്കെങ്കിലും എന്നെ ബന്ധപ്പെടണമെങ്കിൽ ബന്ധപ്പെടാം. എല്ലാവരുടെ കയ്യിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. അവർക്ക് ബന്ധപ്പെടാം. സ്വാഭാവികമായിട്ടും അവർക്ക് കോൺഗ്രസിലേക്ക് വരണം. അല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അതിന് സ്വാഭാവികമായിട്ടും വേദിയൊരുക്കും. ഈ സന്ദീപിനെ പോലെ പാർട്ടിയിൽ അസ്വസ്ഥത നിൽക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. താങ്കളുമായി നല്ല റാമ്പിലുമാണ്. അത്തരം ചില മൂവ്മെന്റുകൾ ഇനി സന്ദീപ് വന്നു കഴിഞ്ഞാൽ ഒരു പാലമിടുവോ? നോക്കുക, അവർ സീനിയർ നേതാവാണ്. അവർക്ക് സംഭവിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ ചർച്ചകൾ നടക്കണ്ടായിരുന്നു. പറയുന്നുണ്ടല്ലോ അതിന്റെ കാര്യങ്ങൾ. ആശയപരമായി ഐഡിയോളജിക്കലി ആ മാറ്റം രാജ്യത്ത് തന്നെ ഒരു അനിവാര്യതയാണ്. ദേശീയ പ്രാധാന്യമുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും BJPയുടെ ഭാഷയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് രാജ്യത്തിന് ഒരു പ്രതീക്ഷയുള്ളത്, രാജ്യത്ത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിച്ച് വരുന്നത് പ്രതിപക്ഷ ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് രാജ്യത്തെ ജനങ്ങൾക്കൊരു പ്രതീക്ഷ കൈവന്നിരിക്കുന്നു. ഒരു ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിലല്ല, ഏകാധിപത്യ രാജ്യത്തല്ല ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊരു തോന്നൽ ഇപ്പോൾ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ തോന്നൽ ഉണ്ടാക്കിയ മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി. അല്ല, അത് നമുക്ക് ആലോചിക്കാം. ധർമ്മരാജന്റെ വലിയ വെളിപ്പെടുത്തലൊക്കെ വന്നു. സുരേന്ദ്രൻ അതിന് കാര്യമായ മറുപടി പറയുന്നില്ല. തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലൊന്നും മറുപടി പറയുന്നില്ല. അങ്ങനെ കൊടകരയിൽ കുഴപ്പണം പിടിച്ചതുമായി ബന്ധപ്പെട്ട് BJP പങ്കുണ്ട് എന്ന് തന്നെയല്ല അങ്ങ് വരുന്നത്. നോക്കൂ, കൊടകര കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കർണാടകയിലെ അന്നത്തെ സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ റിപ്പോർട്ട് എൻ്റെ കൈവശമൊന്നുമില്ല. ആ റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര BJP നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം പാർട്ടിയുടെ ഫണ്ട് സ്വന്തം പാർട്ടിക്കാർ തന്നെ അടിച്ചു മാറ്റി. അതൊന്നും എനിക്കറിയില്ല. അല്ല, ഇനി അവർ പറയട്ടെ ബാക്കി. BJP-ക്കകത്തെ K. സുരേന്ദ്രന്റെ ഒരു അപ്രമാദത്താണ് നടക്കുന്നത്. മറ്റ് ശബ്ദങ്ങൾക്കൊന്നും സ്പേസ് ഇല്ലാത്ത തരത്തിലേക്ക് BJP മാറുന്നുണ്ട്. അത് എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ എന്നുള്ളതാണ് കഴിഞ്ഞ 3.5 വർഷമായിട്ട് അവിടെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധമുള്ള ഒരുപാട് മനുഷ്യർ അതിനകത്തുണ്ട്. സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്, പാവങ്ങളുണ്ട്. ആ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവർക്കൊക്കെ വലിയ പ്രതിഷേധമുണ്ട്, നിരാശയുണ്ട്. ഇന്ന് ഈ കാണുന്ന ആളുകൾക്ക് പലർക്കും സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നാം. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന ബോധ്യം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് 100% എന്താ സംശയം? ഇവിടെ പ്രിയ അജയനെ ഇവിടുത്തെ ചെയർപേഴ്സൺ സ്ഥാനത്ത് എങ്ങനെയാണ് മാറ്റിയത്? മൂത്താൻ സമുദായം എന്ന് പറയുന്ന സമുദായം കേരളത്തിലെ BJPയുടെ നട്ടെല്ലാണ്. എല്ലാ കാലത്തും സംഘപരിവാറിൻ്റെ നട്ടെല്ലാണ്. ആ സമുദായത്തിൽ നിന്നൊരു പെൺകുട്ടി, MBA ബിരുദധാരിയായ ഒരു പെൺകുട്ടി, ഉന്നതമായ വിദ്യാഭ്യാസം നേടി, നല്ല രാഷ്ട്രീയ അറിവ് നേടി മുന്നോട്ട് വന്ന് അവരെ ഇവിടെ ചെയർപേഴ്സണായിട്ട് കൊണ്ടുവരുന്നു. ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ഭാര്യ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടതല്ലേ? അതൊരു എന്താ പറയുക, അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് നടപടി എടുക്കേണ്ടതാണ്. ഇത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടായി. ഒരു സമുദായത്തിനെതിരായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്? എങ്ങനെയാണ് സമുദായം പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അവസാനം ഡിലീറ്റ് ചെയ്തു? നിങ്ങൾക്കറിയാം, ആ സാഹചര്യങ്ങൾ അറിയാം. അപ്പോൾ പ്രിയ അജയനെ മാറ്റേണ്ട സാഹചര്യം എന്താ? സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്ക് ചെയർപേഴ്സൺ ആകണം. അതിനുവേണ്ടി പ്രിയ അജയനെ മാറ്റാൻ വേണ്ടി അവരെ സമ്മർദ്ദം ചെലുത്തി ആ കുട്ടിയെ വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടിച്ച് അവരെ രാജി എഴുതി വാങ്ങി. അതിനുശേഷം ആ സമയത്ത് പാർട്ടിക്കകത്തുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് സ്വന്തം ഭാര്യയെ ചെയർപേഴ്സണാക്കി മാറ്റാൻ സാധിച്ചില്ല. പകരം മുൻ ചെയർപേഴ്സണെ തന്നെ വീണ്ടും കൊണ്ടുവന്ന് ചെയർപേഴ്സൺ ആക്കേണ്ടി വന്നു. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ
കാലങ്ങളായി BJP-യോടൊപ്പം നിന്ന മൂത്താൻ സമുദായത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് ഈ നേതൃത്വം ചെയ്തിട്ടുള്ളത്. സമുദായത്തിന് ഇങ്ങനെ അഭിപ്രായമില്ല. സമുദായം ഇത്തവണ സമുദായത്തിന്റെ നിലപാട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറയുന്നുണ്ട് തങ്ങൾ എല്ലാ കാലത്തും BJP-ക്കൊപ്പം തന്നെ ആയിരിക്കും. സമുദായത്തിന്റെ അഭിപ്രായം ജനൻ ടി വി അരുണും അല്ലല്ലോ പറയേണ്ടത്. സമുദായത്തിന്റെ അഭിപ്രായം അരുണിന്റെ കല്യാണത്തിന് മൂത്താന്തറയിലെ ക്ഷേത്രത്തിൽ ഞാനും ഉണ്ടല്ലോ. അപ്പോൾ സമുദായത്തിൽ അരുണിനേക്കാൾ കൂടുതൽ എനിക്കറിയുന്നവരുണ്ട് അല്ലേ. അരുണിന്റെ കല്യാണം മൂത്താന്തറ കർണകമ ക്ഷേത്രത്തിലായിരുന്നു ഒരു 2 മാസം മുമ്പായിരുന്നു. ഞാനും ആ കല്യാണത്തിനുണ്ടായിരുന്നു. അന്ന് അവിടെ ആരൊക്കെ എന്നെ സ്വീകരിച്ചു എന്നൊക്കെ ജനൻ ടി വിയുടെ അരുണിനറിയാം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സമുദായത്തിൻ്റെ ഞാൻ പറയുന്നത് ഏതെങ്കിലും സാമുദായിക സംഘടനയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സമുദായത്തിനുള്ളിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. സംഘപ്രസ്ഥാനമായിട്ടുള്ള അങ്ങയുടെ ബന്ധം ഒരുപാട് തവണ അങ്ങ് വിശദീകരിച്ചതാണ്. രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങയുടെ ജീവിതത്തിനെ പാടെ മാറ്റുന്ന ഒരു തീരുമാനമാണിത്. ഒരുപാട് ആലോചിച്ചിട്ടുള്ള തീരുമാനമാണ്. സ്വാഭാവികമായിരിക്കുമല്ലോ, ആലോചിക്കാതൊരു തീരുമാനം എടുക്കില്ല. ഈ RSS ബന്ധം അത്ര പെട്ടെന്ന് മുറിച്ചു കളയാൻ പറ്റുമോ സന്ധി? എന്തുകൊണ്ട് മുറിച്ചു കളഞ്ഞുകൂടാ? ശങ്കർ സിംഗ് വഗേല മുറിച്ചു കളഞ്ഞിട്ടല്ലേ? പക്ഷെ നിങ്ങൾ ഞാൻ അത്രയൊന്നുമല്ലല്ലോ. ശങ്കർ സിംഗ് വഗേല അതിന് മുൻപ് ശങ്കർ സിംഗ് വഗേല പ്രചാരകനായിരുന്നു, അതറിയോ? പക്ഷെ വ്യക്തിയല്ല പ്രസ്ഥാനം എന്നാണ് സംഘടന പറയാറില്ല. വ്യക്തികൾക്കല്ലല്ലോ പ്രസ്ഥാനത്തിൽ പറയാറ്. എന്നൊരു കാര്യം നരേന്ദ്രമോദിയെ മാറ്റി നിർത്തി ഇലക്ഷൻ മത്സരിക്കാൻ പറ. വ്യക്തിയാണോ പ്രസ്ഥാനം?